ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു സൂപ്പർ കാറായിട്ടാണ് വന്നിരിക്കുന്നത്. സൂപ്പർ കാർ എന്ന് പറഞ്ഞാൽ ഇതാണ് വണ്ടി, അതായത് മസ്ദ rx7. അതായത് നിങ്ങൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലേക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ. മസ്ദ rx7 അറിയാത്ത JDM ഫാൻസ് ആരും ഉണ്ടാവത്തില്ല. പൊള്ളി വണ്ടിയാണ്. അതായത് ഈ വണ്ടിയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. നമുക്ക് പറയാൻ പറ്റത്തില്ല അമ്മാതിരി സ്പീഡ് ഈ സാധനത്തിന് ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളി കസ്റ്റം ബിൽഡ് ചെയ്തൊരു വണ്ടിയാണ്, ഫുള്ളി പണിതൊരു വണ്ടിയാണ്. ഇത് ഇങ്ങനെ വാങ്ങിയതല്ല നമ്മൾ. അതായത് ഇതിൻ്റെ മോട്ടർ, വീൽസ്, പിന്നെ എന്താ പറയുക, സെർവോസ് കാര്യങ്ങളെല്ലാം അപ്ഗ്രേഡഡാണ്. പിന്നെ കൂളിംഗ് ഫാന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിക്കകത്ത്. അപ്പോൾ ഇതൊരു ഫുള്ളി അപ്ഗ്രേഡഡായ വണ്ടിയാണ്. ഇനി ഞാനിത് നിങ്ങൾക്ക് ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ. എല്ലാം സെറ്റാണ്. പിന്നെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് കണ്ടോ, ഇത്ര സെക്കൻഡിനുള്ളിൽ സാധനം കയറും. എൻ്റെ മോനെ, ഇത്രയും പവറാണ് ഇതിന്. സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ എപ്പോൾ പോയെന്ന് വിചാരിച്ചാൽ മതി. ഇത്രയും പവറുണ്ട് ഈ സാധനത്തിന്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. എന്താ വെച്ചാൽ ഇങ്ങനത്തെ റോഡ് തന്നെ വേണം ഈ ഒരു വണ്ടിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഇപ്പോൾ കല്ലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മറിയാനുള്ള ചാൻസ് കൂടുതലാണ് ഈ വണ്ടിക്കൊക്കെ. കാരണം അത് ഭയങ്കര താന്നിരിക്കുന്ന വണ്ടിയാണിത്. എവിടെയെങ്കിലും പോയി ഇടിച്ചു കഴിഞ്ഞാൽ തീർന്ന്. മാറൊക്കെ സ്പീഡാണ് ഇതിന്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടി ഇത്ര സ്പീഡിൽ ഓടിക്കുന്നത്. കാരണം നമ്മുടെ അവിടെ ഓടിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. എൻ്റെ അമ്മേ, പക്ഷേ ഒരു കല്ല് കയറി കഴിഞ്ഞാൽ തീർന്ന്. കല്ല് കയറി കഴിഞ്ഞാൽ ടാസ്ക് ആണ് കേട്ടോ. പൊളി മസ്ദ വേറെ ലെവലി ഗൈസ്. അപ്പോൾ ഇത്രയും സ്പീഡുള്ള ഈ ഒരു വണ്ടിയുടെ ഞാൻ നിങ്ങൾക്ക് ചാസി കാണിച്ചു തരാം, എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം. നമുക്ക് ബോഡി ക്ലിപ്പ് ഊരാം. ഗൈസ് അങ്ങനെ ബോഡി ക്ലിപ്പൊക്കെ ഊരി. ഇത് കണ്ടോ, അതായത് മോട്ടറിന് എക്സ്ട്രാ കൂളിംഗ് ഫാനൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഭയങ്കര ഹീറ്റായി കഴിഞ്ഞാൽ ഒന്ന് പോകാനായിട്ട്. പിന്നെ ECക്ക് ഫാനുണ്ട്, ഷോക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ചാസി. ഇതാണ് ഇത്ര സ്പീഡിൽ ഓടുന്നത്. പിന്നെ ഇത് 3S ആണ്, 2S അല്ല. കൂടുതലും ഈ ഓൺ റോഡ് വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ 2S വരാറ്, പക്ഷേ ഇത് 3S വണ്ടിയാണ്. 3S ലിപ്പോബായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര പെർഫോമൻസ് ഈ വണ്ടി കാണിക്കുന്നത് കേട്ടോ. ഭയങ്കര സ്പീഡ്. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ ഈ ഓൺ റോഡ് കാർസിനെ കുറിച്ചൊക്കെ നേരത്തെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജസ്റ്റ് ഇതിൻ്റെ സ്പീഡ് ഒന്ന് കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത്, ഇത് നമ്മൾ അങ്ങനെ വാങ്ങിയതല്ല. നമ്മളിത് എന്തോരം കാശിലോട്ട് ചിലവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കണക്കുണ്ടാവത്തില്ല. കാരണം അത്രയും ചിലവാക്കിയിട്ടുണ്ട്. ടയറാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഓരോരോ പാർട്സ് ആണെന്നുണ്ടെങ്കിലും ഷോക്കാണെന്നുണ്ടെങ്കിലും എന്നാലും ഒരു 10-35 രൂപ കൂട്ടിക്കോ, ഏകദേശം ആ ഒരു റേറ്റ് വരും. അപ്പോൾ നമ്മൾ പിന്നെയൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഓടിക്കാം. അപ്പോൾ മസ്ഡയുടെ ലൈസൻസ്ഡ് ബോഡിയാണ് കേട്ടോ ഇത്. കറക്റ്റ് മസ്ഡയുടെ സെയിം ഡിസൈൻ തന്നെയാണ്. പിന്നെ അവരുടെ ലോഗോസൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ സ്പീഡിൽ പോയി ഇടിച്ചതിൻ്റെ ഈ ബോഡിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് എടുത്താണ്. നമ്മൾ യൂസ്ഡ് ബോഡി എടുത്തതാണ് പുറത്തുനിന്ന്. ഉണ്ടോ, ഇതൊക്കെ പോയി ഇടിച്ചതാണ്. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ബാക്ക് സ്പോയിലറൊക്കെ, പിന്നെ മസ്ഡയുടെ സെയിം ഇതൊക്കെ. അപ്പോൾ വണ്ടി ഇതാണ്, സെറ്റ് വണ്ടിയാണ്, പവർ വണ്ടിയാണ്. നമ്മളൊരൊറ്റ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ വണ്ടി പാളിയിട്ടേ പോകുള്ളൂ. അതായത് നമ്മൾ ഫസ്റ്റ് ആക്സിലേഷൻ ചെറുതായിട്ട് കൊണ്ടുവന്ന് പിന്നെ സ്പീഡിൽ കയറ്റണം, എന്നാലേ ഈ വണ്ടി നേരെ പോകുള്ളൂ. അല്ലെങ്കിൽ ഒറ്റ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിയൽ വണ്ടിയൊക്കെ പാളിപ്പോകില്ല, അതേപോലെ പാളി പോകും. കണ്ടോ, നമ്മളിപ്പോൾ ഒറ്റ ത്രോട്ടിലെടുത്തുകൊണ്ടാണ് അങ്ങനെ പാളിയത്. കാണിച്ചു തരാം. അതായത് കണ്ടോ,
ഒറ്റ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പാളിപ്പോവും. അതേസമയം നമ്മൾ പതിയെ കയറ്റിക്കൊണ്ട് വന്നാൽ കുഴപ്പമില്ലാണ്ട് പോകും. ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. പതിയെ ഒന്നായിട്ടാ കഴിച്ച്. ഇത് പൊളി സ്ഥലമുണ്ടോ? ഇത്രയും നല്ല ലോങ്ങിൽ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പോർഷയുടെ വീഡിയോ ഒക്കെ ഇവിടെ തന്നെ ചെയ്യാം. പോർഷ GTRൻ്റെ വീഡിയോ ഒക്കെ, അതായത് ഈ റോട്ടിൽ ടറയിൽ നന്നായിട്ട് ഓടിക്കാൻ പറ്റും വണ്ടിയൊക്കെ ഗൈസ്. പിന്നെ ഇതേത് അവിടെ കുറച്ച് വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്, ഇപ്പോൾ കാണിക്കുന്നില്ല, പിന്നെ വീഡിയോയിലൊക്കെ കാണിക്കാം. ഖമേറോ ഓട്ടെ. ഇടക്കെന്തോ മിസൈലിൻ്റെ സൗണ്ട് പോലെ ഉണ്ട്. ഗൈസ് നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് റേഞ്ച് കട്ടായി നേരെ കാട്ടിലോട്ട് പോയിട്ടോ. എന്താ അവസ്ഥ എന്നറിയില്ല. അതായത് ബാറ്ററി ലോ ആയിരുന്നു, റിമോട്ടിൽ ബാറ്ററി ലോ ആണെങ്കിൽ പണി കിട്ടും. ഗൈസ് നമ്മുടെ വണ്ടി സേഫായിട്ട് ഈ ഒരു സൈഡിൽ കിടക്കുന്നുണ്ട്. എന്തെങ്കിലും പറ്റിയോ ഇല്ലയോ എന്ന് ഇപ്പം അറിയാം. വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സേഫായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഇവിടെയൊക്കെ ഒരു പൊട്ടലുണ്ട് കേട്ടോ. ഇതൊക്കെ ഇടിച്ചാണ്, ഭയങ്കര സ്പീഡിൽ വന്ന് ഇടിച്ചതാണ്. നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഗൈസ് അത്ര ഇതിൽ. പക്ഷെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. ഇത്രയും സ്പീഡുള്ള വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ പാളിക്കഴിഞ്ഞാലും നമ്മൾ ഒരുപാട് കൺട്രോൾ ചെയ്ത് ശീലിച്ചവരല്ലെങ്കിൽ വണ്ടിക്ക് പണി കിട്ടും, എവിടെയെങ്കിലും പോയി ഇടിക്കും, ക്രാഷ് ആവും. ഇവിടെ പിന്നെ സ്പോഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്, ഇടിച്ചാലും അധികം ഏക്കാണ്ടിരിക്കാൻ ചാസിക്ക്. അതായത് നമ്മുടെ ക്യാമറ പോകണം. പതിയെ വന്നത് ലൈൻ പിടിച്ച് അപ്പോൾ ഗൈസ് ഈ ഒരു മസ്ഡേനെ കുറിച്ചാണ് പറയാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തത്. ഇതിൻ്റെ സ്പീഡിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട്, അടുത്ത RC ആയിട്ട് കാണാം ഗൈസ്. ഓക്കെ.